തെരുവിൽ അകപ്പെട്ടു പോയ നിരാലംബരെ ചേർത്ത് പിടിച്ച ബ്ലഡ് ഡോണേഴ്സ് കേരള. പുതുവർഷാഘോഷത്തിന്റെ തിമിർപ്പിൽ നാട് നിൽക്കുമ്പോൾ ബ്ലഡ് ഡോണേഴ്സ് കേരളയുടെ പ്രവർത്തകർ പുതപ്പുമായി തെരുവിൽ കഴിയുന്നവരുടെ അടുത്തായിരുന്നു. കണ്ണൂർ നഗരത്തിലാണ് പ്രവർത്തകർ പുതപ്പ് നൽകിയത്. രക്തദാനത്തിൽ സമാനതകളില്ലാത്ത ചരിത്രം കുറിച്ച ബ്ലഡ് ഡോണേഴ്സ് കേരളയുടെ കണ്ണൂരിലെ പ്രവർത്തകർക്ക് പുതുവർഷം മറ്റൊരു നിയോഗമായിരുന്നു. എല്ലാവരും പുതുവർഷാഘോഷത്തിന്റെ ലഹരിയിലേക്ക് കടന്നപ്പോൾ ബ്ലഡ് ഡോണേഴ്സ് കേരളയുടെ പ്രവർത്തകർ തെരുവിലായിരുന്നു. പല കാരണങ്ങളാൽ തെരുവിലാക്കപ്പെട്ടവർ രാത്രിയിൽ തണുത്തുവിറക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ബ്ലഡ് ഡോണേഴ്സ് കേരളയുടെ പ്രവർത്തകർ അവർക്ക് സ്നേഹപ്പുതപ്പുമായി എത്തിയത്. പുതുവർഷം തെരുവിലാക്കപ്പെട്ടവർക്ക് കൂടി ആഘോഷിക്കാൻ അവസരമൊരുക്കുകയായിരുന്നു ബ്ലഡ് ഡോണേഴ്സ് കേരളയുടെ പ്രവർത്തകർ. രക്തദാനത്തിന് പുറമെ മറ്റനേകം കാരുണ്യ പ്രവർത്തനങ്ങൾ ബ്ലഡ് ഡോണേഴ്സ് കേരള 11 വർഷങ്ങളായി ചെയ്തു വരുന്നു. സ്നേഹപ്പുതപ്പിന് പുറമെ കാരുണ്യസ്പർശമായി കേശദാനവും അതുപോലെ സാന്താപുഞ്ചിരിയും പൊന്നോണപ്പുഞ്ചിരിയും വർഷങ്ങളായി നടത്തിവരുന്നു. രക്തദാന പ്രവർത്തനങ്ങൾക്ക് പുറമെ കേശദാനം, സ്നേഹസദ്യ, സ്നേഹപാഠം തുടങ്ങി നിരവധി ചാരിറ്റി പ്രവർത്തനങ്ങളാണ് ബ്ലഡ് ഡോണേഴ്സ് കേരള നടത്തിവരുന്നത്. തെരുവിൽ കഴിയുന്ന എല്ലാവർക്കും സ്നേഹപ്പുതപ്പ് എത്തിക്കാനുള്ള ശ്രമമാണ് ബ്ലഡ് ഡോണേഴ്സ് കേരള നടത്തിയത്. 2 ഘട്ടങ്ങളിലായി കണ്ണൂർ, തളിപ്പറമ്പ് ടൗണുകളിലായി കഴിയുന്ന 250ഓളം പേർക്കാണ് പുതപ്പ് വിതരണം ചെയ്തത്. ബ്ലഡ് ഡോണേഴ്സ് കേരളയുടെ സംസ്ഥാന രക്ഷാധികാരി ഡോക്ടർ ഷാഹുൽ ഹമീദ്, സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഫസൽ ചാലാട്, കണ്ണൂർ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം പി റിയാസ്, കണ്ണൂർ താലൂക്ക് ട്രഷറർ നിഷാന്ത് സാംസൺ, നജ്മ അസീം, ഷഹീന, അപൂർവ ബാലകൃഷ്ണൻ, നബീൽ, അൻസാർ ഉളിയിൽ, റൌഫ് തുടങ്ങിയവരാണ് സ്നേഹപ്പുതപ്പ് വിതരണത്തിന് നേതൃത്വം നൽകിയത്. സ്നേഹപ്പുതപ്പുമായി തെരുവിൽ കണ്ട ബ്ലഡ് ഡോണേഴ്സ് കേരള പ്രവർത്തകർക്കൊപ്പം കേരള വിഷൻ ന്യൂസ് MD പ്രജേഷ് ആച്ചാണ്ടിയും ചേർന്നു. സേവനം എന്നതിനപ്പുറം മറ്റൊരു ചിന്തയുമില്ലാതെയാണ് ബ്ലഡ് ഡോണേഴ്സ് കേരളയുടെ പ്രവർത്തനം. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.